ദൈവം സകല ശക്തിയുടെയും ഉറവിടമാകുന്നു. പരിമിതിയില്ലാത്ത പരമമായ ശക്തി സുലഭമായുള്ളവൻ, സകലവും ചെയ്യുവാൻ കഴിവുള്ള സർവശക്തിയുമുള്ളവൻ. അല്പം തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണുന്നവർക്ക് ഈ ശക്തിയുടെ ഉറവിടത്തിൻ്റെ വലുപ്പം കാണുവാൻ കഴിയും. എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും ഭയപ്പെടേണ്ടതില്ല. ജീവസന്ദേശത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടല്ലാതെ മനുഷ്യന് ദൈവത്തെ ഗ്രഹിക്കുവാൻ സാധ്യമല്ലെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപ്പാട് മാനവരാശിക്ക് ലഭിക്കുന്നത്. എങ്കിലും സാഹചര്യങ്ങൾക്കനുസൃതമായി പഴയ നിയമഗ്രന്ഥങ്ങളിലും ദൈവം തന്നെക്കുറിച്ച് ക്രമേണ കൂടുതൽ വ്യക്തമായ വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യഹോവ എന്ന തൻ്റെ നാമത്തിലൂടെ മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ആ മഹത്തായ വെളിപ്പാടാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം. ദൈവം നമ്മുടെ സർവപ്രാധാന്യമുള്ള ലക്ഷ്യമാകാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിലെ സകലവും അധികം താമസിക്കാതെ അലക്ഷ്യവും അർത്ഥമില്ലാത്തതും ആയിത്തീരും. നമ്മിൽ പ്രത്യാശ ഉണ്ടാക്കുന്ന നിരന്തരം നിരീക്ഷണം കൊണ്ടുവരുവാൻ ശക്തമായ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ദൈവം തന്നെ ആയിരിക്കണം. ദൈവത്തെ നാം എത്രയധികം അനുഭവിച്ചറിയുമോ അത്രയധികം പ്രയോജനമുള്ളതായിരിക്കും ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം. എല്ലാം കൊണ്ടും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം മോശയെ ഏൽപ്പിക്കുമ്പോൾ ദൈവം താൻ ആരാകുന്നു എന്ന് മോശയെ ആദ്യം അറിയിക്കുന്നു. തൻ്റെ മുൻപിൽ മല പോലെ നിൽക്കുന്ന വെല്ലുവിളികളെ നേരിടേണ്ടത് എങ്ങനെയെന്നറിയാതെ പതറി നിന്ന മോശയോട് ദൈവം പറയുന്നു, താൻ യഹോവ ആകുന്നു എന്ന്. തൻ്റെ മുൻപിൽ ദൈവം വയ്ക്കുന്ന ഭീമാകാരമായ ദൗത്യത്തെ കണ്ട് പകച്ചു നിന്ന മോശയോട് ദൈവം പറയുന്നു, മോശേ, ഞാൻ സർവശക്തനാകുന്നു എന്ന്. തനിക്ക് പ്രയാസമെന്ന് ചിന്തിക്കുന്നതെല്ലാം ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചാൽ മതി. അവനറിയാം എന്ത് ചെയ്യണമെന്ന്. അതിനുള്ള പ്രാപ്തിയും അവനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ഇതിൽ പരം ഒരു ഉറപ്പ് എന്താണ് ആവശ്യം? പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ തുടർച്ചയാണ് 6-ാം അധ്യായത്തിലെ വിഷയം. ദൈവം മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇപ്പോൾ ബാധകൾ മിസ്രയീമിന്മേൽ വരുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. സർവശക്തനും വ്യാജദേവന്മാരും തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കാറായി. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? മോശയും അഹ്റോനും ഇസ്രായേലിലെ മൂപ്പന്മാരും മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി പോയി യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ തങ്ങളെ അനുവദിക്കണമെന്ന് ഫറവോനോട് അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായി ചെയ്തത്. പറ്റില്ല എന്നായിരുന്നു ഫറവോൻ്റെ മറുപടി. കാരണം അവൻ യഹോവയെ അറിഞ്ഞിരുന്നില്ല. ഈ അഭ്യർത്ഥനയെ തുടർന്ന് ഫറവോൻ ഇസ്രായേല്യരുടെ ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ അവരെ കൂടുതൽ പീഡിപ്പിക്കുകയും കഠിനവേല ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേൽ മക്കൾ മോശയോടും മോശ ദൈവത്തോടും പരാതിപ്പെട്ടു. എന്നാൽ ഇപ്പോൾ താൻ ആരാണെന്നും തൻ്റെ പദ്ധതി എന്താണെന്നും ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇസ്രായേല്യരുടെ ഞരക്കം കേട്ട് അവരെ വിടുവിക്കുവാൻ പോകുകയാണ്. താൻ അവരെ എപ്രകാരം കാത്തു പരിപാലിച്ചു എന്നത് മനസ്സിലാക്കുവാൻ ഇസ്രായേലിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് മോശ തിരിഞ്ഞു നോക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനോടുള്ള തൻ്റെ സ്നേഹവും അവരെ സഹായിക്കുവാനുള്ള തൻ്റെ താല്പര്യവും ദൈവം എല്ലായ്പ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും ഇടപെട്ട് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞകാല സംഭവങ്ങളിൽ നിന്നും വ്യക്തമാണ്.
ഇനിയും അവർ കൂടുതൽ കാണുവാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയരെ, നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളിൽ ദൈവം ഇന്നും ഇടപെടുന്നു എന്ന വസ്തുത മറക്കരുത്. ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നിശ്ചയമായി അറിയില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവിടുന്ന് നിരന്തരമായി നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു എന്നത്രേ. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ ഇന്നും അറിയുന്നു. നമ്മുടെ നിസ്സഹായാവസ്ഥയും കഴിവുകേടുകളും പരാജയങ്ങളും ദൈവം അറിയുന്നു. മോശയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവന് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിനുമായി യഹോവ മോശയോട് സംസാരിക്കുന്നതായി നാം പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നു. ഞാൻ അതിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്നരുളി ചെയ്തു. ദൈവം മോശയോട് പറയുന്നത്, ഞാൻ യഹോവ എന്നാണ്. ഭാവിക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യേണ്ട ആവശ്യം അവനില്ല. അവൻ സ്വയം അസ്തിത്വമുള്ളവനും പരാശ്രയമില്ലാതെ പ്രവർത്തിക്കുന്നവനുമാണ്. സൃഷ്ടിയിൽ യാതൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യം യഹോവയ്ക്കില്ല. ഇതുമാത്രമല്ല, സൃഷ്ടി മുഴുവനും സഹായത്തിനായി അവൻ്റെ മേൽ ചാരുകയും ചെയ്യുന്നു. മോശയും അവനിൽ ആശ്രയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രൈമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. യഹോവ പറയും, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിലല്ല അവർക്ക് പ്രത്യക്ഷനായത് എന്നാണ് ദൈവം മോശയോട് പറയുന്നത്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുകയും തൻ്റെ സ്വന്തമായി അവരെ ദത്തെടുക്കുകയും അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തുകയും ചെയ്യുവാൻ പോകുന്നത് യഹോവയായ ദൈവമാകുന്നു. ഇതിൽ നിന്നെല്ലാം ദൈവത്തെ യഹോവയായി അവർ അറിയും. ഇത് ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെടുത്താത്ത അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമെന്നാണ് മോശയോട് ദൈവം പറയുന്നത്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങളറിയും. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ദൈവത്തെക്കുറിച്ച് ഞാൻ യഹോവ ആകുന്നു എന്ന് ഇസ്രായേൽ മക്കളോട് പറയുവാൻ ദൈവം മോശയോട് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ ശക്തിയിലും അസ്തിത്വത്തിലും ആരും സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ വേദഭാഗത്ത് ദൈവം വീണ്ടെടുപ്പിനായി ഞാൻ ചെയ്യുമെന്നുള്ള 7 കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വാക്കുകൾ മോശയ്ക്ക് ഉത്തേജനം നൽകുന്നവയായിരുന്നു. താൻ ആരാണെന്നും താൻ എന്ത് ചെയ്യുവാൻ പോകുന്നെന്നും ദൈവം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ താൻ ആരാണെന്നും അവൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്നും നമ്മോട് പറയുന്ന ഒരു രക്ഷകൻ ഇന്ന് നമുക്കുണ്ട്. അവൻ്റെ അടുത്തേക്ക് നാം കടന്നു ചെല്ലുന്ന അവസരത്തിൽ അവൻ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. ദൈവം ഞാൻ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ 7 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമത്, ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിക്കും. രണ്ടാമതായി, ഞാൻ നിങ്ങളെ അവരുടെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കും. മൂന്നാമതായി, ഞാൻ നിങ്ങളെ നീട്ടിയ ഭുജം കൊണ്ട് വീണ്ടെടുക്കും. നാലാമതായി, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി തീർക്കും. അഞ്ചാമതായി, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ആറാമതായി, ഞാൻ നിങ്ങളെ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകും. ഒടുവിലായി, ഞാൻ നിങ്ങൾക്കത് അവകാശമായി തരും. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വിചിന്തനം ചെയ്യാം.
ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഊഴിയവേലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാരങ്ങളിൽ നിന്ന് ഉദ്ധരിക്കും. ക്രിസ്തുവിൽ നമുക്കുള്ള വീണ്ടെടുപ്പിൻ്റെ സാദൃശ്യം നമുക്ക് ഈ പ്രസ്താവനയിൽ കാണുവാൻ സാധിക്കും. ഇന്ന് നാം പാപത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ കാര്യങ്ങൾ ഹൃദയത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ സ്നേഹിക്കരുതെന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവത്തിന് നമ്മെ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയും. രണ്ടാമതായി, ഞാൻ നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും, ഞാൻ നിങ്ങളെ അവരുടെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുമെന്നാണല്ലോ നാം വായിച്ചത്. ദൈവം നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകുകയും ഹൃദയത്തിലും ജീവിതത്തിലും പ്രകാശം പരക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനം മിസ്രയീം ദേശത്ത് അടിമകളായി ജീവിതം നയിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് കൊണ്ടുപോകുവാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞു. ആത്യന്തികമായി വീണ്ടെടുപ്പാണ് ദൈവത്തിൻ്റെ പദ്ധതി. മൂന്നാമതായി, ഞാൻ നിങ്ങളെ നീട്ടിയ ഭുജം കൊണ്ട് വീണ്ടെടുക്കുമെന്ന് പറയുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ശക്തമായ കരമാണ് പുറപ്പാട് പുസ്തകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. മനുഷ്യരുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ദൈവം ഇന്ന് തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം ദൈവദൃഷ്ടിയിൽ ദോഷികളായതിനാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. നാം രക്ഷിക്കപ്പെടേണ്ടതിന് നമുക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ്റെ ഈ മഹാസ്നേഹത്തോടുള്ള പ്രതികരണമായി നാം പാപികളെന്ന നിലയിൽ കർത്താവിങ്കിലേക്ക് കടന്നു ചെല്ലുവാൻ തയ്യാറാകേണ്ടതത്രേ. നമുക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിർവഹിച്ച രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ നാം രക്ഷിക്കപ്പെടും. അതായത് മനുഷ്യൻ്റെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ഈ വലിയ പദ്ധതി അനുഭവവേദ്യമാകണമെങ്കിൽ മനുഷ്യൻ അതിനായി അവങ്കിലേക്ക് അടുത്തു വരേണ്ടതാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും നീട്ടിയ ഭുജം കൊണ്ട് വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി തീർക്കും എന്നാണ് തുടർന്ന് പറയുന്നത്. പാപമാകുന്ന ചെളിയിൽ നിന്നും ദൈവം നമ്മെ കയറ്റി യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ അവൻ്റെ മക്കളാക്കി തീർത്തു എന്ന കാര്യം ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്ന് അവൻ ഇപ്പോൾ നമ്മോട് പറയുന്നു. ദൈവം നമ്മെ രക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടി മറയുന്നവനല്ല. രക്ഷിച്ചല്ലോ, ഇനിയും അവൻ്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് നാം നമ്മുടെ വഴിക്ക് പോകുവാൻ വിടുകയില്ല. അവിടുന്ന് നമ്മുടെ ദൈവമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ നിയന്ത്രിച്ച് നല്ല വഴികളിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നു എങ്കിൽ ദൈവമില്ല എന്ന രീതിയിൽ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചെങ്കിൽ, അവനിൽ പൂർണ്ണമായി ആശ്രയിച്ചെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരും. അവിടുന്ന് നിങ്ങളുടെ ദൈവമായി തീരുകയും നിങ്ങൾ അവൻ്റെ മുൻപിൽ വണങ്ങുകയും അവൻ ആരാണെന്ന് അംഗീകരിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുവാനും നിങ്ങൾ അവിടുത്തെ ജനമായിരിക്കുവാനുമാണ് ദൈവത്തിൻ്റെ താല്പര്യം. അടുത്ത കാര്യം ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്നാണ്. ഭൂതകാല നിത്യതയിൽ സകലത്തിനും മുൻപേ, അതായത് ലോകസ്ഥാപനത്തിനും മുൻപേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം വിശ്വാസികളിൽ ഇല്ല, അതിനുള്ള യോഗ്യതയില്ല. പിന്നെയോ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ഹിതത്താലും സ്നേഹത്താലുമാണ് അത് സംഭവിക്കുന്നത്. സ്നേഹിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമായതിനാൽ ദൈവം തനിക്കുള്ളവരെ സ്നേഹിക്കുന്നു. അല്ലാതെ നമ്മുടെ വീഴ്ചകളും പരാജയങ്ങളും മൂലം അവൻ നമ്മെ സ്നേഹിക്കുവാൻ പാടുപെടുകയല്ല. അവൻ നമ്മുടെ ദൈവമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകും. കനാനാണ് ആ ദേശം. അത് ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത ദേശമാണ്. എന്നാൽ ക്രിസ്തുവിശ്വാസികളെ സംബന്ധിച്ച് കനാൻ സ്വർഗത്തെ കുറിക്കുന്നതല്ല. ക്രിസ്തുവിശ്വാസികൾ ജീവിക്കേണ്ടതായ ക്രിസ്തീയ ജീവിതത്തെയാണ്, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെയാണ് കനാൻ ചിത്രീകരിക്കുന്നത്. സകല ആത്മിക അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായ സ്ഥലമാണ് കനാനെ കുറിക്കുന്നത്.
ആത്മീയ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുവാൻ ഉതകുന്നതായ ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാകും വണ്ണമാണ് ഒരു വിശ്വാസി നടക്കേണ്ടത്. ആത്മാവിൻ്റെ നിറവിനാലാണ് അത് സാധ്യമാകുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് വളരെ വ്യക്തമായി പൗലോസ് വിവരിച്ച് തന്നിട്ടുണ്ട്. ഈ യാത്രയിൽ ക്രിസ്തു വിശ്വാസികൾ പോരാട്ടവും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിശ്വാസികൾ ചിലപ്പോൾ ദൈവകൃപയുടെയും കരുണയുടെയും ധനം പ്രാപിക്കാതെ ഈ മരുഭൂയാത്രയിൽ പാപ്പരായി കഴിഞ്ഞുകൂടാറുണ്ട്. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തി ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് പോലെയാണ് അനേകം വിശ്വാസികൾ. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇന്ന് നിങ്ങൾ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ജീവനിലും പ്രകാശത്തിലും സ്നേഹത്തിലുമാണോ നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യും. ഏറ്റവും ഒടുവിലത്തെ കാര്യമായി അവൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ദേശം അവകാശമായി തരുമെന്നുള്ളതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ്. ഇങ്ങനെ ദൈവവുമായി അനുരഞ്ജനപ്പെട്ടത് മൂലം നമുക്ക് അവങ്കലേക്ക് പ്രവേശനമുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മിൽ അധിവസിക്കുവാനും ദൈവസ്നേഹം നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കുവാനുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. വരുവാനുള്ള ക്രോധത്തിൽ നിന്നും മഹാപീഡനകാലത്ത് നിന്നും നാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. കാരണം യഥാർത്ഥ രക്ഷ എന്നത് നമ്മെ പാപത്തിൽ നിന്നും നിത്യശിക്ഷാവിധിയിൽ നിന്നും വീണ്ടെടുക്കുന്നതും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതുമായ അനുഭവമാണ്. അതില്ലാതെ രക്ഷ ലഭിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ഈ വാക്യങ്ങൾ നമ്മുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ രക്ഷയെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ യഹോവ ആകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. ഇതുപോലുള്ള സന്ദർഭത്തിൽ നമ്മളാണെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പെരുമാറും. മോശയുടെ വാക്ക് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവൻ തങ്ങളെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ തങ്ങളുടെ വർദ്ധിച്ചതായ ഭാരമുള്ള വേലയ്ക്ക് കാരണക്കാരനും മോശയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഒന്നുകിൽ നാം കഠിനഹൃദയരാകുവാൻ ഇടയാക്കും, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുവാനുള്ള അവസരമായി അത് തീരും. ഓരോ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും വാസ്തവത്തിൽ നാം എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയെ അംഗീകരിച്ചില്ല എന്ന് കാണുന്നു. ഫറവോനും അവനെ അംഗീകരിച്ചില്ല. വീണ്ടും ഫറവോനോട് സംസാരിക്കുവാൻ ദൈവം അവനോട് പറഞ്ഞു. എന്നാൽ ഇത്തവണ ഫറവോൻ്റെ അടുക്കൽ പോകുവാൻ മോശ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അവൻ്റെ കണ്ണുകൾ ദൈവത്തിങ്കലല്ല, സാഹചര്യങ്ങളിലായിരുന്നു ഉറപ്പിച്ചിരുന്നത്. ഈ പ്രശ്നങ്ങളുടെയും സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ വിചിത്രമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇസ്രായേലിലെ കുടുംബങ്ങളുടെ പട്ടിക സൂക്ഷ്മതയോടെ ദൈവം രേഖപ്പെടുത്തുന്നു. ഈ പേരുകളെല്ലാം വായിക്കുന്നത് നമുക്ക് തീർച്ചയായും വിരസത ഉണ്ടാക്കുമെങ്കിലും അവ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതും ഇസ്രായേലിന് പിന്നീട് വളരെ പ്രയോജനം ചെയ്യുന്നതുമായിരുന്നു. വംശാവലികൾ രേഖപ്പെടുത്തിയിരിക്കണമെന്ന കാര്യത്തിൽ ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. നാം ആരെക്കുറിച്ചാണ് വായിക്കുന്നതെന്നും അവൻ്റെ മക്കൾ ആരാണെന്നും നാം അറിഞ്ഞിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നത് പോലെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചും ദൈവം അപ്രകാരമാണ് ചിന്തിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീരണമെന്നാണ് അവൻ്റെ ആഗ്രഹം. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ, ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി, ഇവ റൂബേൻ്റെ കുലങ്ങൾ. ശിമയോൻ്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഒഹദ്, യാക്കീൻ, സോഹർ, കനാന്യ സ്ത്രീയുടെ മകനായ ശൗൽ, ഇവ ശിമയോൻ്റെ കുലങ്ങൾ. വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഗെർശോൻ,
കഹാത്ത് മെരാരി ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഗർഷോൻ, കഹാത്ത്, മെരാരി എന്നിവരായിരുന്നു ലേവിയുടെ പുത്രന്മാർ. അവരായിരുന്നു മരുഭൂമിയിലൂടെ സമാഗമന കൂടാരം എടുത്തുകൊണ്ട് പോകുന്നത്. കൊഹാൻ എന്ന പേര് കഹാത്ത് എന്ന പേരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇന്നൊരു സാധാരണ യഹൂദന് താൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്ന് പറയുവാൻ കഴിയുകയില്ല. ഈ പേരുകളുടെ പട്ടിക വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവ അവസാനം കർത്താവായ യേശുക്രിസ്തുവിങ്കലേക്ക് നയിക്കുന്നത് അത്രേ. 18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ കഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിൻ്റെ ആയുഷ്കാലം 133 സംവത്സരം. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. ഇവർ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങൾ ആകുന്നു. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹ്റോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഈ ഭാഗത്ത് അഹ്റോൻ്റെയും മോശയുടെയും മാതാപിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും വായിച്ചത്. അമ്രാമും യോഖേബേദും. എബ്രായ ബാലന്മാരെ കൊന്നു കളയുന്നതിന് ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മോശയുടെ ജീവിതത്തോളം അഹ്റോൻ്റെ ജീവിതം അപകടകരമാകാതിരുന്നത് എന്ത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അഹ്റോൻ മോശയേക്കാൾ മൂത്തവനായിരുന്നു എന്നും ഫറവോൻ്റെ കൽപ്പന അതുവരെ നടത്തിയിരുന്നില്ല എന്നുമുള്ളതാണ് ആ വിഷയം. ഇസ്രായേലിയർ എത്ര വേഗം വർദ്ധിച്ചു പെരുകുന്നു എന്ന വസ്തുത ഫറവോൻ കാണുന്നത് വരെയും അവൻ തൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. 21 മുതൽ 25 വരെയുള്ള വേദഭാഗത്ത് വംശാവലി തുടരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 26ഉം 27ഉം വാക്യങ്ങളിൽ വരുമ്പോൾ നാം കാണുന്നത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ചു. അഹ്റോനും മോശയും ഇവർ തന്നെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രൈം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹ്റോനും തന്നെ. മോശ നിരാശനായി തീർന്നതായി 12-ാം വാക്യത്തിൽ നാം കാണുകയുണ്ടായി. ഓർക്കുന്നില്ലേ? പരിച്ഛേദനക്കാരോ അഗ്രചർമ്മിയോ ആരും അവനെ സ്വീകരിക്കുകയില്ല. അപ്പോഴാണ് ദൈവം കടന്നു വന്ന് മോശെ, ആരാണ് അതിൻ്റെ പിൽക്കാല ചരിത്രം പറയുന്നത്? ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് മുൻപ് അവന് അവൻ്റെ അവകാശവാദങ്ങൾക്കൊപ്പം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെ വിശ്വസിക്കുന്നത് അത്യാവശ്യ കാര്യമല്ലെന്ന് പറയുന്ന കൂട്ടർ ഇന്ന് സഭയിലുണ്ട്. എന്നാൽ ഇത് വിശ്വസിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കാര്യത്തിന് അധികം പ്രാധാന്യം ആരും നൽകി കാണാറില്ല. എന്നാൽ ക്രിസ്തുമസിലെ ഏറ്റവും പ്രധാന വിഷയം അതുതന്നെ ആകുന്നു എന്ന് നാം മറക്കരുത്. അതായത് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കന്യകാജനനം തന്നെയാണ്. അതവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ കന്യകാജനനത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം രക്ഷയ്ക്കായി നാം യേശുവിൻ്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലുമാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ ഇടയാകും. അവനെ അറിയുമ്പോൾ അവൻ കന്യകയിൽ നിന്നാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ കന്യകയിൽ നിന്ന് ജനിച്ചവനല്ലെങ്കിൽ അവൻ അവകാശപ്പെടുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുകയാണ് ചെയ്യുന്നത്. വാസ്തവമായി രക്ഷിക്കപ്പെട്ട യാതൊരു വ്യക്തിയും യേശുക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ നിഷേധിക്കുകയില്ല. അങ്ങനെ നിഷേധിക്കുന്നവൻ ദൈവപൈതലല്ല, അവൻ ദൈവരാജ്യത്തിനു വെളിയിലാണ് എന്നത്രേ ദൈവവചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്നത്. മോശ മിസ്രൈം വിട്ടിട്ട് 40 വർഷങ്ങളായിരിക്കുന്നു. ഇതിനിടയിൽ അവൻ മിദ്യാനിലെ പുരോഹിതൻ്റെ മകളെ വിവാഹം ചെയ്തു എന്ന് നാം കണ്ടല്ലോ. ഇവിടെ അവൻ മിസ്രൈമിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ആരാണ്? അവൻ ആരാണെന്നുള്ള വസ്തുത ഈ വംശാവലി പറഞ്ഞു തരുന്നു. അവൻ ലേവിയുടെ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അവൻ്റെ പിതാവ് അമ്രാമും അമ്മ യോഖേബേദുമാണ്. മിസ്രൈമിൽ തനിക്ക് പ്രവർത്തിക്കുവാനുള്ള വേലയെല്ലാം നിവർത്തിക്കുവാൻ ആവശ്യമായ സവിശേഷതകൾ ഈ വംശാവലിയിലുണ്ട്. മോശയുടെ നിയോഗം പുതുക്കുന്നതിനെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. ഈ സവിശേഷതകളുടെ വെളിച്ചത്തിൽ ദൈവം മോശയോടും അഹ്റോനോടുമുള്ള നിയോഗം പുതുക്കുന്നു. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്രൈം രാജാവായ ഫറവോനോട് പറയണം
എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതിന് മോശ, ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ, ഫറവോൻ എൻ്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. മോശ വീണ്ടും ഒഴിവുകഴിവുകൾ പറയുകയാണ്. കാരണം അവൻ നിവർത്തിക്കേണ്ടതായ വേല സുഗമവും സുഖകരവുമല്ല. അവൻ എല്ലായിടത്തും ത്യജിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. താൻ ലേവി ഗോത്രത്തിൽ പെട്ടവനാണെന്ന വിശേഷത ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവൻ ത്യജിക്കപ്പെടുകയാണ് ചെയ്തത്. ലേവി യാക്കോബിൻ്റെ പുത്രനും യാക്കോബ് ഇസഹാക്കിൻ്റെ പുത്രനും ഇസഹാക്ക് അബ്രഹാമിൻ്റെ പുത്രനുമായിരുന്നല്ലോ. ഇസ്രായേൽ മക്കളുടെ മിസ്രയീം വാസത്തെക്കുറിച്ച്, അവിടെ നിന്നുള്ള വിടുതലിനെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. മോശയെ സംബന്ധിച്ച് ഈ വിടുതലിന് നേതൃത്വം നൽകുവാൻ ദൈവം അവനെ വിളിച്ചാക്കുമ്പോൾ ഈ വംശാവലിയിൽ അവൻ ശരിയായ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ പോകുവാൻ തയ്യാറല്ല എന്നാണ് മോശ പറഞ്ഞത്. മോശയ്ക്ക് അതിനാവശ്യമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവം വീണ്ടും മോശയോട് ഞാൻ യഹോവ ആകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും മോശ തൻ്റെ പോരായ്മയിലാണ് ശ്രദ്ധിക്കുന്നത്. ദൈവം നമ്മെ തൻ്റെ ഉദ്ദേശത്തിൻ്റെ നിവൃത്തിക്കായി വിളിച്ചു വേർതിരിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയേക്കാൾ ദൈവം അവിടുന്ന് ആരാകുന്നു എന്നതാണ് ആ കാര്യം ഏറ്റെടുക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്. നമ്മുടെ അവിശ്വാസം അതിന് തടസ്സമാകരുത് എന്ന് മാത്രം. എത്ര മനോഹരമായിട്ടുള്ള പാഠമാണ് ഈ അധ്യായത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൂടുതൽ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ ജനമായ ഇസ്രയേലിനെ വീണ്ടെടുക്കുവാൻ പോവുകയാണെന്നും ആ ദൗത്യത്തിനായി അവനെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും ദൈവം മോശയോട് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ അതിനുശേഷവും തൻ്റെ ജഡീക ബലഹീനതകളെ ചൂണ്ടിക്കാണിക്കുന്ന മോശയാണ് നാം കാണുന്നത്. മനുഷ്യൻ എത്രത്തോളം ജഡത്തിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. എന്നാൽ സ്വന്തം കഴിവിനേക്കാൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനാണ് ദൈവം തൻ്റെ ദാസന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.